നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. 4 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിലും വിശ്വാസ്യതയിലും വിലക്കുറവിലും അതിനൂതന കളക്ഷനുകളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ ആമിയ ഗോൾഡ് ഡയമണ്ട്സ് ഒട്ടേറെ പുതിയ കളക്ഷൻസുമായി നിങ്ങളിലേക്ക്. ഡയമണ്ട്, ടർക്കിഷ്, ആന്റിക്, കേരള ഡിസൈൻ, ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് ആണ് ആമിയ ഗോൾഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. Redefining elegance, crafted with traditional Amia Gold and Diamonds, Bypass Road, Chaman, 0494 2462 916, mobile 9037 917 916. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ തിരൂരങ്ങാടി മേഖലയിലെ ഏക്കർ കണക്കിന് പാടശേഖരങ്ങളിൽ വെള്ളം കയറിയ സംഭവത്തിൽ തിരൂരങ്ങാടി നന്നമ്പ്ര പാടശേഖരങ്ങളിൽ ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ KP ദീപയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. 100-ലധികം ഏക്കർ കൃഷിഭൂമിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഏകദേശം 50 ഏക്കറിലേക്കുള്ള ഞാറും വെള്ളത്തിലായിട്ടുണ്ട്. ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ മുഖ്യമന്ത്രി, കൃഷി വകുപ്പ് മന്ത്രി, ജലസേചന വകുപ്പ് മന്ത്രി, തിരൂർ സബ് കളക്ടർ, ജില്ലാ കൃഷി ഓഫീസർ തുടങ്ങിയവർക്ക് പരാതി നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സ്ഥലം പരിശോധിക്കാനെത്തിയത്. വെന്നിയൂർ ദേശീയപാത 66-ൽ റോഡ് പണി നടക്കുന്നതിനാൽ കടലുണ്ടിപ്പുഴയിലേക്ക് ഒഴുകിപ്പോകേണ്ട വെള്ളം വെന്നിയൂർ കാപ്രാട് വഴി ചെറുമുക്ക് തിരൂരങ്ങാടി പാടശേഖരങ്ങളിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കിയത്. വർഷങ്ങളോളമായി ഇവിടെയുള്ള കർഷകർ വെള്ളം കെട്ടിനിർത്താൻ VCB പോലുള്ള സംവിധാനം ഇല്ലാത്തതിനാൽ ചെറിയ തോടുകളിൽ ചാക്കിൽ മണ്ണ് നിറച്ച് വെള്ളം കെട്ടിനിർത്തിയാണ് കൃഷി ഇറക്കുന്നത്. ഇവരുടെയും വെള്ളം താഴ്ന്ന പ്രദേശത്തുകാരുടെയും നെൽച്ചെടികളും വിത്തും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. എത്രയും വേഗം നെൽകൃഷി വെള്ളത്തിലായത് വകുപ്പ് തല അന്വേഷണം നടത്തി വേണ്ട നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ പരാതിയിൽ ഉന്നയിച്ചിരുന്നു. 15 ദിവസത്തോളം മൂപ്പെത്തിയ നെൽച്ചെടികളാണ് വെള്ളത്തിൽ മുങ്ങിയവയിൽ കൂടുതലും. വെള്ളം കുറഞ്ഞാലേ കർഷകർക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. ഇല്ലെങ്കിൽ വലിയ നഷ്ടമാണ് കർഷകരെ കാത്തിരിക്കുന്നതെന്നും ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. എൻ്റെ പേര് മുനീർ. അപ്പോൾ നമ്മൾ ചെറുപ്രത്തായം വെന്നിയൂർ പാടശേഖര സമിതിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ NH66 പണി കാരണം ഇവിടെ അവിടെ ഇവനുള്ള വെള്ളം ഫുള്ള് നമ്മളെ പാടശേഖരത്തിൽ കമ്പിട്ടുള്ളത്. അപ്പോൾ അത് കാരണം ഇവിടെ തോട്ടിൽ വെള്ളം ഒഴിക്കുക സ്വാഭാവികത്തിലാണ് കൂടുതൽ അധികം ഒഴിക്കാണ് ഇപ്പോൾ വരുന്നത് മഴ പെയ്താൽ. ഇപ്പോൾ മഴ പെയ്ത് 100ഓളം ഏക്കർ നെല്ല് നട്ടീൻ്റെ മേലേക്ക് വെള്ളം കയറുകയും പിന്നെ നടാനുള്ള നാറ് വെള്ളത്തിൽ പോവുകയും ചെയ്ത്. അപ്പോൾ അത് കാരണം നമ്മൾ മേലേക്ക് മുഖ്യമന്ത്രിക്കും മറ്റുള്ള RTOക്കും മറ്റുള്ള ഡെപ്യൂട്ടിക്കും കംപ്ലയിൻറ്റ് കൊടുത്ത്. അതിലിപ്പോൾ ഇന്നലെ ഇവിടെ ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് ആൾ വന്ന് നോക്കിയിനി. അപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് പോയ നെല്ലിന് പകരം വിത്ത് അതിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ തോട് വീതി കൂട്ടി അത് 2 ഓകാലം വീതി കൂട്ടി തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ കൊളക്കാടുംപാടം ഇവിടെ ഒരു തോടിന് നമ്മളെ കൂട്ടായ്മയുടെ കീഴിലൊരു ഇത് കൊടുത്തിന്. അപ്പോൾ അത് ഏകദേശം ഒരു വന്ന് നോക്കി സാങ്ഷൻ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ചെറുമ്പ് കൂട്ടായ്മൻ്റെ കീഴിൽ താഴത്ത് 2 കൃഷി കഴിഞ്ഞിട്ടുള്ള വെള്ളം ഒഴുകി പോകാൻ വേണ്ടി ഒരു VCB പറഞ്ഞു, അതും സാങ്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ചെയ്ത് എല്ലാം കൂടി ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് മാക്സിമം കഴിയുന്നത് എത്രയും പെട്ടെന്ന് ചെയ്ത് തന്നാൽ ഈ വേനൽക്ക് ഇപ്പോൾ ഏതായാലും നടക്കില്ല. ഇപ്പോൾ ഈ വിത്ത് നമുക്ക് കാര്യങ്ങൾ വിത്ത് തരാമെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തരിക. നമുക്ക് കാരണം ഈ കൃഷി നേരം വൈകിയാൽ നമുക്ക് ലാസ്റ്റിക്ക് വെള്ളം ഇല്ലാത്തൊരു പ്രശ്നം വരും. പിന്നെ അതുപോലെ ഈ തോടിൻ്റെ അടുത്ത മഴയും വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ഈ തോടിൻ്റെ കാര്യങ്ങൾ അത് വീതി കൂട്ടാനുള്ള പറഞ്ഞേക്കണേ, മാതി തരാമെന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ അതെല്ലാം എത്രയും പെട്ടെന്ന് ചെയ്ത് കിട്ടിയാലേ നമുക്ക് എത്ര ഉപകാരമായിരുന്നു. ജില്ലാ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ KP ദീപ, പരപ്പനങ്ങാടി ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ V സംഗീത, നന്നമ്പ്ര കൃഷി ഓഫീസർ K സിനിജാദാസ്, തിരൂരങ്ങാടി കൃഷി ഓഫീസർ TS അരുണി, കർഷകരായ K ഹംസ, മുനീർ ചുള്ളിപ്പാറ, ചോലൽ ഹംസ, EP അഷ്റഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കൃഷിസ്ഥലം സന്ദർശനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.